ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ മാഡം, ഞങ്ങളെ പറഞ്ഞുവിടാൻ പോവാണോ? വണ്ടിയിൽ കഞ്ചാവ് കടത്തിയതും പോരാ പറഞ്ഞുവിടാൻ പോവുകയാണെന്നോ? നിങ്ങളുടെ പേരിൽ കേസെടുക്കാൻ പോവാ. കേസോ? എന്തിനാ മാഡം? ഞാൻ നിരപരാധിയാ. ദേ ആ പെങ്കൊച്ച് ഏതാന്ന് പോലും എനിക്കറിയില്ല. വഴി കൂടെ പോണ വഴിക്ക് ഞാൻ ഒന്ന് കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ചെന്നുള്ള സത്യം, അല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മാഡം. പ്ലീസ് മാഡം. സമയം കളയാതെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. അഡ്രസ്സാ? മാഡം പ്ലീസ് മാഡം, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. അതൊക്കെ കേസ് എടുത്തതിന് ശേഷം മാഡം തീരുമാനിക്കും. നിനക്ക് സമാധാനമല്ല? രണ്ടും കൂടെ ഇവിടെ കിടന്ന അഭ്യാസം ഒന്നും കാണിക്കില്ല കേട്ടോ. ഇവിടെ കിടന്ന അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിനും പുറത്തിറങ്ങാത്തോണ്ടും കേസ് ഫയൽ ചെയ്യും. വേണ്ട, മര്യാദക്ക് നിന്നോളാം. എന്നാ മര്യാദക്ക് അഡ്രസ് പറഞ്ഞ. ചാരുലത, തങ്കപ്പമില്ല, വെള്ളാനിപ്പിയോ, അത്രേ ഉള്ളൂ. ഇനി നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. മാലതി മേനോൻ, വിഷുക്കണി ഭവൻ, കരമന. മാലതി മേനോനാ? പേരുള്ളത് പറഞ്ഞു കൊടുക്കണേ. മാലതി മേനോൻ അല്ല മാഡം, ഇവളുടെ പേര് സ്റ്റെഫി ജാക്സൺ എന്നാ. അതെന്റെ പള്ളിയിലിട്ടിരുന്ന പേരാ. ഈ മാലതി മേനോൻ എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിം. അല്ല മാഡം, നോണ പറയാ. സത്യമായിട്ട് നോണ പറയാ. ഉള്ളത് പറഞ്ഞു കൊടുക്കണേ. സത്യം അഡ്രസ് പറ. അഡ്രസ് പറ. വിഷുക്കണി ഭവൻ, കരമന. അല്ല മാഡം. എന്തായി മിനി, അഡ്രസ്സൊക്കെ എഴുതി വാങ്ങിയോ? എഴുതുന്നേ ഉള്ളൂ മാഡം. ഇവര് രണ്ടുപേരും കൂടെ കിടന്ന് അടി കൂടുക. ഇവളുമാരെന്റെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കും. മാഡം, ഞാൻ എന്റെ അഡ്രസ് മര്യാദക്ക് ഉള്ള രീതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ദേ ഇവളാ തെറ്റിച്ച് പറയുന്ന കംപ്ലീറ്റ്. തെറ്റ് ശരിയാക്കി രായമ കണ്ടുപിടിച്ചോളാം. രണ്ടെണ്ണത്തിനെ പിടിച്ച് സെല്ലിട്. ഓക്കെ മാഡം. സാറേ, വന്ന് ഈ പെണ്ണ് പറ. ഞാനും അതായ അമ്മാവ ഒന്ന് പറ. അമ്മാവ പുറത്ത് വിടാൻ പറ. ഞാൻ അറിഞ്ഞൊന്നും ചെയ്തല്ല അമ്മ. താൻ എങ്ങനെയാ വണ്ടിക്കത്തൊന്നും എനിക്കും അറിയത്തില്ല അമ്മ. എന്നെ കൂടെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ ഇവിടെ പോകുന്നില്ല. ഇപ്പൊ എന്തായി? ഞാനും പെട്ടില്ലേ? ഈ പിശാചം കുറെ രാവിലെ വന്ന് വണ്ടി കയറിയപ്പോ എനിക്കറിയാതെ എനിക്ക് എന്തോ കഷ്ടമാണ്. സാറേ, ഇത് എന്റെ പിള്ളേരാണിത്. ഓഹോ, നിങ്ങളാണ് എന്റെ ലീഡർ അല്ലേ? അയ്യോ, ഞാൻ ലീഡറല്ല, അവരുടെ അമ്മാവനാണ് ഞാൻ. സാർ, പിള്ളേരുടെ ആൾക്കാരാ. ഇരിക്കെ. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം. താനെന്തോ കുറ്റവാളിയാണോ? അയ്യോ അല്ല മാഡം. പിന്നെന്ത് ഇരിക്കാൻ മടി? ഇരിക്കുവന്നാ. ഇനി പറ, നിങ്ങളും ആ പിള്ളേരും തമ്മിൽ എന്താ ബന്ധം? ആ പിള്ളേർ താമസിക്കുന്ന വീട്ടിലെ നോട്ടക്കാരനാണ് ഞാൻ. പേര് ജയൻ. എന്തോ ആ പിള്ളേർക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? ചാരുമോക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. പിന്നെ മറ്റേ കുട്ടിയുടെ അച്ഛനും അമ്മയൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. അവര് കഞ്ചാവ് വലിക്കുന്നവര് നിങ്ങൾക്ക് അറിയാമോ? അയ്യോ, അവരങ്ങനെയൊന്നും ചെയ്യണ പിള്ളേരല്ലേ സാറേ. വലിക്കാനല്ല, പിന്നെ കഷായം വെച്ച് കൊണ്ടുപോകാനാണോ വണ്ടിക്കകത്ത് കഞ്ചാവ് കൊണ്ടുപോകുന്നത്? അത് പിന്നെ അത് അറിയാതെ വണ്ടിയിൽ വന്ന് ഇരുന്നതായിരിക്കും. ആ ശരിയാ, കഞ്ചാവിന് ചിറവുണ്ടല്ലോ വന്നിരിക്കാൻ. ഞാനേ കേസങ്ങ് ഫയൽ ചെയ്ത് വിടാം. രണ്ടെണ്ണം അവിടെ കോടതിയിൽ ചെന്ന് നിങ്ങൾ ആരെങ്കിലും കാണും. അയ്യോ, അങ്ങനെ പറയല സാറേ. കേസൊക്കെ ഫയൽ ചെയ്ത പിള്ളേരെ ഭാവി ഇല്ലാതായി പോകില്ലേ? ആ, ഇത് ഫയൽ ചെയ്തില്ലെങ്കിൽ എന്റെ ഭാവി ഇല്ലാതായി പോകും. അതാ വിഷയം. സാറിന് വേണമെങ്കിൽ ഞാൻ കുറച്ച് കൈക്കൂലി തരാം സാറേ. നീയൊക്കെ എന്നെ കൊടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നേ. സാറിനെ കൈവിടരുത്. എന്താ പറയാന്, ഈ ലക്ഷ്മി രാജമ്മ എന്ന് പറയുന്നത് ഞാൻ മനസ്സലിവുള്ളൊരു വ്യക്തിയായി പോയി. മിനി, അവരെവിടെ കൊണ്ടുവരൂ. കണ്ണീരടക്കേ. ജയൻ എന്ന പേര് മാത്രമേ ഉള്ളൂ മാഡം. കുഞ്ഞു പിള്ളേരുടെ മനസ്സാ. ആ വണ്ടിയിൽ കഞ്ചാവ് അങ്ങനെ വന്നു? എനിക്കറിയില്ല. വണ്ടി എന്റെ അല്ല, ഇവളുടെയാ. എന്റെ വണ്ടിയിൽ മാഡം എനിക്കൊരുത്തം പൈസ തരാനുണ്ടായിരുന്നു. അപ്പൊ അവൻ പൈസ തരാത്തോണ്ട് ഞാൻ എടുത്തു അതിന് പകരമായിട്ട് വണ്ടി വാങ്ങിച്ചിട്ട് വന്നു. ആ വണ്ടി കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുവരെ അതിന്റെ ഡിക്കി തുറന്നു നോക്കിയിട്ടില്ല മാഡം. ഈ കഥ ഞാൻ അങ്ങനെ വിശ്വസിക്കോടി? ഇതാണ് സത്യം മാഡം. മിനി, ഇവരെ രണ്ടുപേരെയും ഇങ്ങാറ ജാമത്തില് വിട്ടാരെ. പിന്നെ വണ്ടി വിട്ടിരിക്കട്ടെ, ഒരു പോട്ട്. അയ്യോ മാഡം, അത് പറ്റത്തില്ല മാഡം. എന്റെ ഇത്ര നാളത്തെ ആകെയുള്ളൊരു സമ്പാദ്യ വണ്ടിയാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഒരു 5000 രൂപ ഫൈൻ അടച്ചിട്ട് പൊയ്ക്കോ. 5000 കൂടുതലല്ലേ സാറേ? എന്നാ പിന്നെ 10 കാടാ. വേണ്ട സാർ, 5000. ആ പോ.